അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പാഠം ഹബീബി. അപ്പം അതിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഈ ഹബീബി എന്നുള്ള പാഠത്തിൽ ആദ്യം ബൈത്താണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ബൈത്തൊന്ന് പഠിച്ചു പോവുക, കാരണം അതിൽ നിന്നും പൂരിപ്പിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിക്കും തോറും അവിടത്തോട് നമുക്ക് കൂടുതൽ ആദരവും ഇഷ്ടവും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ലോണം പഠിക്കുക, ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വലോകത്തിനും അനുഗ്രഹമായി വന്നു ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും, അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ചിത്രങ്ങളുടെ പേര് ചോദിച്ചെഴുതാം എന്നുള്ളതാണ്. ആദ്യത്തേത് കഅബയാണ്, രണ്ടാമത്തേത് മസ്ജിദുൽ അഖ്സയാണ്, മൂന്നാമത്തേത് മസ്ജിദുൻ നബവിയാണ്. പിന്നെ അതിൽ വരാൻ സാധ്യതയുള്ളത് യോജിച്ചതിനോട് ചേർക്കാം എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ കള്ളിയിൽ കുറച്ച് വാക്ക് തന്നിട്ടുണ്ടാകും, മൂന്നാമത്തെ കള്ളിയിലും കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ടാകും. അപ്പം ഒന്നാമത്തതിനോട് യോജിച്ചത് മൂന്നാമത്തെ കള്ളിയിൽ നിന്നും എടുത്തിട്ട് രണ്ടാമത്തെ കള്ളിയിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കോ, ഗോത്രം. അപ്പോൾ ഗോത്രത്തിനോട് യോജിച്ചത് അബ്ദുല്ലാഹ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ആമിന ബീവി എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഖുറൈഷ് എന്നുള്ളതാണോ, ഹാഷിം എന്നുള്ളതാണോ, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണോ? അപ്പോൾ ഏതാണ് ശരി? ഗോത്രം എന്നുള്ളതിന് ഖുറൈഷ് ആണ്. നബിയുടെ പിതാവ് അബ്ദുള്ള, നബിയുടെ കുടുംബം ഹാഷിം, നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠഭാഗം നോക്കാം, മക്കത്തുൽ മുക്കറമ. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ളത് യോജിച്ചത് ചേർക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 4ഓളം വാക്കുകൾ അവിടെ നൽകിയിട്ടുണ്ട്, അതിനോട് യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ എന്നതിനോട് യോജിച്ചത് ഏതാണ്? മാ ഉ സംസം എന്നുള്ളതാണോ, അല്ലെങ്കിൽ മക്കത്തുൽ മുക്കറമ എന്നുള്ളതാണോ, അല്ലെങ്കിൽ കഅബ ഷരീഫ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഹാജറ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണോ? ഏതാണ് ശരി? ഉമ്മുൽ ഖുറ എന്നുള്ളതിനോട് യോജിച്ചത് മക്കത്തുൽ മുക്കറമ എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ എടുത്തെഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് ഇസ്മായിൽ അലൈഹിസ്സലാം എന്നുള്ളതിനോട് യോജിച്ചത് മാ ഉ സംസം. ഇനി മൂന്നാമത്തത് പത്നി ആരാണ്? ഹാജറ റളിയല്ലാഹു അൻഹ. നാലാമത്തേത് ആദ്യ ഭവനം കഅബ ഷരീഫ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം, ശരി തെറ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ ഓരോന്നും 4ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ശരിയായതിൻ്റെ ആ ഒരു ബോക്സിൽ ശരി അടയാളപ്പെടുത്തുക, തെറ്റിൻ്റെ ബോക്സിൽ തെറ്റും അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ടോ? മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ശരി നൽകാം, ഇല്ലെങ്കിൽ തെറ്റ്. മാ ഉ സംസം ഞാൻ കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ ശരി, അല്ലെങ്കിൽ തെറ്റ്. മൂന്നാമത്തത് മക്കത്തുൽ മുക്കറമ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ തെറ്റ്. നാലാമത്തത് എൻ്റെ വീട്ടിൽ ഉംറ ചെയ്തവരുണ്ട്. അധിക വീട്ടിലും ഉണ്ടാകും, ഇല്ലാത്തവർ തെറ്റിടുക, ഉള്ളവർ ശരിയിടുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പേരെഴുതാം എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ആരാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. രണ്ടാമത്തത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് ആരാണ്? ഹാജറ റളിയല്ലാഹു അൻഹ. ഇനി മൂന്നാമത്തത് മക്കയുടെ മറ്റു പേരുകൾ ബക്ക, ഉമ്മുൽ ഖുറ. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എത്തുന്നത് എവിടെയാണ് എത്തുന്നത്? മക്കയിലേക്ക്, അല്ലേ? അപ്പോൾ അവിടെ മക്കയിലേക്ക് എന്ന് ഉത്തരം എഴുതുക. രണ്ടാമത്തത് അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം ഏതാണ്? കഅബ. അപ്പോൾ കഅബ എന്ന് എഴുതുക. മൂന്നാമത്തത് മാ ഉ സംസം ഉറവയെടുത്തത് എവിടെ നിന്ന്? മാ ഉ സംസം ഉറവയെടുത്തത് എവിടെ നിന്നാണ്? മക്കയിൽ നിന്ന്. അപ്പോൾ മക്കയിൽ നിന്ന് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം.
ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം നോക്കാം. ജനന വിശേഷണങ്ങൾ. ജനന വിശേഷണങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? ഉത്തരം, കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോഴാണ്? വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോഴാണ്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ. മൂന്നാമത്തെ ചോദ്യം, നബി തങ്ങളുടെ ജനന സമയം പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാമായിരുന്നു? പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. സമാവ ചെരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹം ഉണ്ടായി. രണ്ടാമത്തത് ചേർത്തെഴുതാം. ഒന്ന്, ബനു സുഹ്റ. ബനു സുഹ്റയോട് യോജിച്ചതാണ് വഹബ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തിങ്കളാഴ്ച. മൂന്ന്, അബ്ദുൽ മുത്തലിബ് പിതാമഹൻ. നാല്, അക്കീക്ക ഏഴാം ദിവസം. അഞ്ച്, സമാവ താഴ്വര ജലപ്രവാഹം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. താഴെ 4ഓളം ചോദ്യങ്ങളും അതുപോലെ ആ ഒരു ബോക്സിൽ അതിനോട് യോജിച്ചതും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും യോജിച്ചത് ഓരോന്നിനും നേരെ എഴുതുക. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബീല അഥവാ ഗോത്രം ഏതാണ്? നബിയുടെ ആ ബോക്സിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. നബിയുടെ ജനനത്തിൻ്റെ 7 മാസങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഖുറൈശ് അതുപോലെ ക്രിസ്തു വർഷം 571 അബ്ദുൽ മുത്തലിബ്? ഉപയോഗിച്ചത് ഏതാണ്? ഒന്നാമത്തെ ഇതിനോട് ഖുറൈശ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബീല അഥവാ ഗോത്രം ഖുറൈശാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച വർഷം ക്രിസ്തു വർഷം 571. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് നബിയുടെ ജനനത്തിൻ്റെ 7 മാസങ്ങൾക്ക് മുമ്പാണ്. ഇനി നമുക്ക് നാലാമത്തെ പാഠം നോക്കാം, കുടുംബ പരമ്പര. അപ്പം അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ആദ്യം ഒരു ബൈത്താണ് നൽകിയിട്ടുള്ളത്, ആ ബൈത്ത് പഠിച്ചു പോവുക. പിന്നെ ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യോജിച്ചത് ഏതാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. രണ്ടാമത്തെ അബ്ദുൽ മുത്തലിബ്, അതിനോട് യോജിച്ചത് പിതാമഹനാണ്. മൂന്നാമത്തത് ജുറുഹും അദ്നാൻ ആണ്. രണ്ടാമത്തത് ഉത്തരം പറയാം എന്നുള്ളതാണ്. ചോദ്യം 1, ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്ത ആരെ? ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. 2, സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശ പരമ്പരയിൽ ആരുണ്ടായിട്ടില്ല? സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല. മൂന്നാമത്തത്, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെയാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്നും തിരഞ്ഞെടുത്തത്? ആരെയാണ്? അതൊന്ന് നോക്കുക. ഇനി മൂന്നാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഖുസൈ കിലാബുൻ മുരിത്തുൻ കഅബലു ലുഐ ആലിബുൻ ഫിഹുറും മാലിക്കുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഹുസൈമത്തുൻ വ മുദ്രികത്തുൻ ഉല്യാസു സുമ്മ മുളറുൻ കുൻ മുദ്രിക. അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം കണ്ടെത്തി എഴുതാം എന്നുള്ളതാണ്. എൻ്റെ കുടുംബം, നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, നമ്മുടെ പേര്, അതുപോലെ ഉപ്പാപ്പയുടെയും ഉമ്മാമ്മയുടെയും ഒക്കെ പേര്, അതൊക്കെ എഴുതാനാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠം നോക്കാം. അഞ്ചാമത്തത് കുട്ടിക്കാലം.
കുട്ടിക്കാലം എന്നുള്ള പാഠമാണ് അടുത്തത്. അപ്പോൾ എല്ലാവരും നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോറ്റുമ്മയായ ഹലീമയുടെ വീട്ടിൽ എത്തിയത് മുതൽ അവിടെ ഉണ്ടായ വലിയ ബറക്കത്തുകൾ എന്താണ്? ഒന്ന്, വൃക്ഷങ്ങളിൽ ധാരാളം കായ്ക്കനികളുണ്ടായി. പാല് വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാല് ചുരത്താൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിൽ വരാൻ സാധ്യതയുള്ളത് ചേർത്തെഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഹലീമ ബീവി ചോദിച്ചെന്താണ്? മുലയൂട്ടൽ. രണ്ടാമത്തത് കുടിക്കാലം 2 വയസ്സ്. 3 മലക്കുകൾ ഹൃദയം കഴുകി വൃത്തിയാക്കി. 4 വമ്ര കൂട്ടുകാരൻ. 5 വൃക്ഷങ്ങളിൽ കായ്ക്കനികളുണ്ടായി. 6 പാലൂട്ടൽ കാലം കഴിഞ്ഞു 2 വർഷം താമസിച്ചു. ഇനി രണ്ടാമത്തെ ഉത്തരം എഴുതാം എന്നുള്ളതാണ്. എന്താണ്? മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഒരു പ്രധാന ഹോബിയായിരുന്നു എന്ത്? ഗ്രാമങ്ങളിൽ പോയിട്ട് ഗ്രാമങ്ങളിൽ മുലയൂട്ടുന്ന സ്ത്രീകളുടെ അടുത്ത് കുട്ടികളെ കൊടുക്കുക എന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ അടുക്കൽ താമസിച്ചത് എത്ര കാലമായിരുന്നു? 4 വയസ്സ് വരെ താമസിച്ചു. മൂന്നാമത്തത് ലംറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചു എങ്ങനെ? സഹോദരനും കൂട്ടുകാരനുമായ ലംറത്തിന് കൂടി മുലപ്പാൽ വേണമെന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലതു മുലയിലെ പാല് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തത് കഥയായി അവതരിപ്പിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കഥയായി അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഇനി അടുത്തത് 6ാമത്തെ പാഠം മാതാവിൻ്റെ വിയോഗം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. ഒന്നാമത്തത് ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച്. അല്ല, തെറ്റാണ്. അപ്പോൾ അവിടെ തെറ്റിടുക. രണ്ടാമത്തത് ആമിന ബീവിയുടെ ഖബർ അബവായിലാണ്. അത് ശരിയാണ്, ശരിയിടുക. മൂന്നാമത്തത് മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് 20 ആയിരുന്നു. ശരിയിടുക. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വെച്ച് നീന്തൽ പഠിച്ചു. അതും ശരിയാണ്. രണ്ടാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഉമ്മയോടൊപ്പം നബി തങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്രയാണ്? 1 മാസം. 2 ഉമ്മു ഐമൻ കുട്ടിയെ എന്തു ചെയ്തു? എന്താണ് ചെയ്തത്? കുട്ടിയുമായി ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. 3 ഉമ്മ മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം എത്രയായിരുന്നു? 6 വയസ്സ്. അവസാനത്തെ ചോദ്യമാണ്. ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആര്? മദീനയിലെ ജൂത പണ്ഡിതൻ. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.